നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന തീയതി നാളെ അവസാനിക്കും. എന്നാൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചൂട് കൂടുന്നു എന്നാണ് വിവിധ ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ന് കൂടുതൽ സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിക്കും. വിവരങ്ങളുമായി അജീഷ് ജയകുമാർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ആരൊക്കെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഗുഡ് മോർണിംഗ് എസ് കെ. എന്തായാലും പകൽ ചൂടിനേക്കാൾ കാഠിന്യത്തിൽ തെരഞ്ഞെടുപ്പ് ചൂട് കടുക്കുകയാണ്. ഇന്ന് നാമനിർദ്ദേശക പത്രിക തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇന്നലെ പന്ന്യൻ രവീന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. അതിന് പിന്നാലെ ഇന്ന് UDF സ്ഥാനാർത്ഥി ശശി തരൂരും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി വി ജോയും തിരുവനന്തപുരത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. 11 മണിക്ക് കുടപ്പനക്കുന്നിലെ കളക്ടറേറ്റിലെ എത്തിയായിരിക്കും പ്രകടനത്തോടെയായിരിക്കും ഇവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. കോഴിക്കോട് LDF സ്ഥാനാർത്ഥി എളമരം കരീമും NDA സ്ഥാനാർത്ഥി MT രമേശും പത്രിക സമർപ്പിക്കും. വടകരയിൽ LDF സ്ഥാനാർത്ഥി KK ശൈലജ, NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണ എന്നിവരും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. മധ്യ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇടുക്കി മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് 11 മണിക്കും UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് ഉച്ചയ്ക്ക് 2 മണിക്കുമാകും പത്രിക സമർപ്പിക്കുക. ഇതിന് ശേഷമാകും തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളിലേക്ക് സ്ഥാനാർത്ഥികൾ കടക്കുക. വാഹന പ്രചരണ ജാഥ അടക്കമുള്ള കാര്യങ്ങളാണ് ഇനി രണ്ടാം ഘട്ടത്തിൽ നടക്കാനുള്ളത്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇനി പോകാനുള്ള ഗ്രാമങ്ങളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും കൂടുതൽ ചെന്നെത്താനുള്ള ആളുകളിലേക്കുമൊക്കെ രണ്ടാം ഘട്ട പ്രചരണത്തിൽ സ്ഥാനാർത്ഥികൾ കടക്കും. നാളെയാണ് അവസാനിക്കുന്ന തീയതി. മറ്റു സ്ഥാനാർത്ഥികൾ സംസ്ഥാനത്തെ മറ്റു മണ്ഡലങ്ങളിലെല്ലാം തന്നെ നാളെ കൊണ്ട് മറ്റു സ്ഥാനാർത്ഥികൾ കൂടി നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കുന്നതോടെ തെരഞ്ഞെടുപ്പ് പോരാട്ടം അടുത്ത ഘട്ടത്തിലേക്ക് മാറും. SK.